ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കഥക്കൂട്ട് ടേഴ്സിലേക്ക് സ്വാഗതം. പാലാഴി മഥനത്തെക്കുറിച്ചാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കാം. ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി മഥനം ആരംഭിച്ചു. ഈ ദൃശ്യം കാണുവാൻ ഋഷിമാരും അപ്സരസുകളും നാനാഭൂതഗണങ്ങളും അവിടെയെങ്ങും നിറഞ്ഞു. ഉഗ്രമായ കടച്ചിലിൽ കടലിളകി മറഞ്ഞു. കടച്ചിൽ തുടർന്നുകൊണ്ടിരുന്നപ്പോൾ ഒരാപത്തുണ്ടായി. മന്ദരപർവ്വതത്തിന്റെ ഭാരം താങ്ങുവാൻ വാസുകിക്കായില്ല. പർവ്വതം കടലിനടിത്തട്ടിലേക്ക് താണുപോയി. എന്തു ചെയ്യണമെന്നറിയാതെ ദേവാസുരന്മാർ കുഴങ്ങി. ഈ സമയത്താണ് മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ രണ്ടാമതായ കൂർമാവതാരം സംഭവിക്കുന്നത്. പർവ്വതത്തെ താങ്ങി നിർത്തുവാൻ ഭീമാകാരമായ ആമയുടെ രൂപം ധരിച്ച മഹാവിഷ്ണു കടലിനടിത്തട്ടിലേക്ക് താഴ്ന്നുപോയ മന്ദരപർവ്വതത്തെ തന്റെ പുറന്തോടിൽ താങ്ങി ഉയർത്തിക്കൊണ്ടുവന്നു. പാലാഴി മഥനം കഴിയുവോളം ആ വിധം തന്നെ പർവ്വതത്തെ താങ്ങി നിർത്തുകയും ചെയ്തു. വീണ്ടും പാൽക്കടൽ കടഞ്ഞു തുടങ്ങി. പാലാഴി മഥനം മുറുകവേ കടകോലിന് കയറായി നിൽക്കുന്ന വാസുകി അസ്വസ്ഥനായി. ആ നാഗത്തിന്റെ വായിൽ നിന്നും വിഷപ്പുക പുറപ്പെട്ടു തുടങ്ങി. അപ്പോൾ ആകാശത്തിൽ മേഘങ്ങൾ നിറഞ്ഞു. മിന്നലും ഇടിയും കൊടുങ്കാറ്റുമുണ്ടായി. തിരിയുന്ന പർവ്വതത്തിൽ മരങ്ങൾ കൂട്ടിമുട്ടിയുരസി കാട്ടുതീ പടർന്നു. ഉടൻ ദേവേന്ദ്രൻ വൻമഴ പെയ്യിപ്പിച്ചു തുടങ്ങി. പർവ്വതത്തിന്റെ തിരിച്ചിലിൽ ഒടിഞ്ഞു മറിയുന്ന വൃക്ഷങ്ങളിൽ നിന്ന് മഴ പോലെ ചിതറി വീഴുന്ന പൂക്കൾ വീണ് വെളുത്തു പതയുന്ന പാലാഴി അത്യധികം ശോഭ പൂണ്ടു. ഏറെക്കാലം കഴിഞ്ഞപ്പോൾ ദേവന്മാർ തളർന്നു തുടങ്ങി. അവർ ഭഗവാനെ വിളിച്ച് തങ്ങൾക്ക് ശക്തി നൽകണമെന്ന് അപേക്ഷിച്ചു. മഹാവിഷ്ണുവിന്റെ കൃപയാൽ വീണ്ടും ദേവന്മാർ ഊക്കാർന്ന് കടൽ കടയുവാൻ തുടങ്ങി. അങ്ങനെ ഏറെ നാൾ കഴിഞ്ഞു. കടഞ്ഞു കലങ്ങിയുണ്ടായ ചുഴിയിൽ നിന്ന് തെളിഞ്ഞ രശ്മികൾ ഉയർന്നു വരുവാൻ തുടങ്ങി. പാൽക്കടലിൽ നിന്ന് ആദ്യമായി നാലുപാട് നിലാവൊഴുക്കിക്കൊണ്ട് പൂർണ്ണചന്ദ്രൻ ഉയർന്നു വന്നു. പുതിയ തിങ്കളെ എല്ലാവരും കൺകുളിർക്കെ കണ്ടു. തിങ്കളെക്കാളും തെളിഞ്ഞവളായി അഴകിന്റെ നിലാവൊഴുക്കിക്കൊണ്ട് കയ്യിൽ ദിവ്യ പുഷ്പഹാരവുമായി സാക്ഷാൽ ലക്ഷ്മിദേവി പാലലകളിൽ ഉയർന്നു വന്നു. ദേവി മുന്നിൽ നിൽക്കുന്ന മഹാസംഘത്തെ നോക്കി, നിനക്ക് അർഹനായതാരോ ആ ആളിനെ വരിച്ചുകൊണ്ടാലും എന്ന് ബ്രഹ്മാവ് ദേവിയോട് അറിയിച്ചു. പീതാംബരവും വനമാലയും കനക കിരീടവും ചാർത്തി മന്ദഹാസം തൂകി നിൽക്കുന്ന മഹാവിഷ്ണുവിനരികിലേക്ക് ദേവി നീങ്ങി. ദേവി ആ വനമാല വിളങ്ങി നിൽക്കുന്ന ഭഗവാനിൽ ചാർത്തി. ദിവ്യവാദ്യങ്ങൾ മുഴങ്ങി. ദിവ്യ പുഷ്പങ്ങൾ വർഷിക്കപ്പെട്ടു. മൂന്നു ലോകവും തെളിഞ്ഞു വിളങ്ങി. പാൽക്കടലിൽ നിന്ന് പല ദിവ്യ വസ്തുക്കളും ഉയർന്നു വരികയായി. പാൽക്കടൽ ചുഴിയിൽ നിന്ന് പാല് പോലെ വെളുത്ത ഉച്ചൈശ്രവസ് എന്ന ദിവ്യ കുതിര കുഞ്ചുരോമങ്ങൾ കുടഞ്ഞുകൊണ്ടും ഹേഷാസുനം മുഴക്കിക്കൊണ്ടും കയറി വന്നു. ദേവേന്ദ്രൻ അതിനെ പിടിച്ചു നിർത്തി. മറ്റൊരു സൂര്യനെപ്പോലെ പ്രഭ വിതറി കൗസ്തുഭരത്നം ഉയർന്നു വന്നു. പിന്നീട് എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു നൽകുന്ന പാരിജാതവൃക്ഷം പ്രത്യക്ഷമായി. എല്ലാ ദിക്കുകളിലും ദിവ്യ സുഗന്ധം പരന്നു. പാലാഴിത്തിര പോലെ വെളുത്ത എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ ദിവ്യ പശു കാമധേനുവാണ് പിന്നീട് ചുഴിയിൽ നിന്ന് ഉയർന്നു വന്നത്. ഹിമാലയ ശിഖരം പോലെ ഉന്നതനായും വെളുത്ത നിറമുള്ളതും 4 കൊമ്പുകൾ ഇണങ്ങിയുമുള്ള ഐരാവതമെന്ന വലിയ ആന കടൽ മെതിച്ചു കയറി വരികയായി. ഇങ്ങനെ പല വസ്തുക്കൾ ഉയർന്നു വന്നതിന് ശേഷം പെട്ടെന്ന് പ്രകാശരശ്മികൾ ചിന്നിക്കൊണ്ട് വെള്ള പട്ടുടുത്ത കിരീടധാരിയായ ധന്വന്തരിമൂർത്തി അമൃതം നിറച്ച വെള്ളിക്കണ്ടി കരത്തിലേന്തിക്കൊണ്ട് പാൽക്കടൽ നടുവിൽ ഉയർന്നു വന്നു. കണ്ടു നിന്നവരെല്ലാം കാര്യസാധ്യത്തിൽ മതിമറന്ന് ആഹ്ലാദഘോഷം മുഴക്കി. ആ സമയം ഒരു മഹാവിപത്തുണ്ടാവുകയായി. പുകയും തീയും ഉഗ്രമായ ദുർഗന്ധവുമായി 3 ലോകത്തെയും നശിപ്പിക്കുന്ന കാളകൂടവിഷം ഉയർന്നു വരുന്നു. ലോകരക്ഷയ്ക്കു വേണ്ടി കാരുണ്യമൂർത്തിയായ ശ്രീപരമേശ്വരൻ ആ വിഷത്തെ സ്വന്തം കൈകൊണ്ട് പാനം ചെയ്തു.
പരിഭ്രാന്തയായ ദേവി പാർവതി തൃക്കഴുത്തിൽ മുറുകെ പിടിച്ചു. വിഷം കണ്ടത്തിൽ തന്നെ ഉറച്ചു. ആ വിഷം കണ്ടത്തിൽ തങ്ങി നിൽക്കുന്നുകൊണ്ടാണത്രേ ദേവൻ നീലകണ്ഠനായി തീർന്നത്. പാലാഴിമഥനം കഴിഞ്ഞു. മംഗളവസ്തുക്കളെല്ലാം മംഗളരൂപികളായ ദേവകളോട് ചേർന്നു. കൗസ്തുഭവും ലക്ഷ്മീദേവിയും വിഷ്ണുവിന്റെ മാറത്തണഞ്ഞു. അമ്പിളിക്കല ശിവന്റെ നെറുകയിൽ ചേർന്നു. ഐരാവതവും കാമധേനുവുമെല്ലാം ദേവേന്ദ്രന്റെ വകയായി. ഇതെല്ലാം കണ്ട് അസൂയ പൂണ്ട അസുരകൾ അമൃതപാത്രവും തട്ടിപ്പറിച്ചുകൊണ്ട് എങ്ങോ മറഞ്ഞു കളഞ്ഞു. എന്തു ചെയ്യേണ്ടു എന്നറിയാതെ ഹതാശരായ ദേവന്മാർ മഹാവിഷ്ണുവിന്റെ പാദങ്ങളിൽ വീണ് രക്ഷിക്കണേ എന്ന് അപേക്ഷിച്ചു. ഭഗവാൻ ദുഃഖിതരായ ദേവന്മാരെ ആശ്വസിപ്പിക്കുകയും അമൃത് തിരികെ എത്തിക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. അമൃത് വീണ്ടെടുത്ത കഥ നമുക്ക് മറ്റൊരവസരത്തിൽ കേൾക്കാം. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരണം കേട്ടോ. ഇനി അടുത്ത കഥയുമായി വരുന്നത് വരെ ബൈ.